ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചന്ദ്രോത്ത് വീണ്ടും ദുരന്തമോ കൂട്ടുകാരെ. നമ്മുടെ പ്രഭാവതി ഇതുവരേക്കും തിരിച്ചെത്തിയിട്ടില്ല. ഇന്നത്തെ പ്രൊമോയിലോ ഇന്നത്തെ എപ്പിസോഡിലോ ഒട്ടും നമ്മുടെ പ്രഭാവതി ഇല്ല കേട്ടോ. നമ്മുടെ പ്രഭാവതി എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ബാക്കി. ഇനി നമ്മുടെ പ്രഭാവതിയെ നമ്മുടെ ത്യാഗരാജൻ കൊന്നൊടുക്കിയോ, അല്ലെങ്കിൽ ത്യാഗരാജന്റെ കസ്റ്റഡിയിൽ നമ്മുടെ പ്രഭാവതിയെ വീണ്ടും ഇട്ട് ആ ഒരു കൊല്ലാക്കൊല ചെയ്യുകയായിരിക്കുമോ? ഒരു പിടിയില്ല കേട്ടോ. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദൻ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഇതുവരെയൊക്കെ എത്തിയില്ലല്ലോ, ഞാനൊന്ന് അന്വേഷിച്ച് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവി പറയുന്നുണ്ട്, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നു. നമ്മുടെ ദേവിയുടെ വീട്ടുകാര് നമ്മുടെ ദേവിയുടെ അച്ഛൻ തിരികെ എത്തിയിട്ടുണ്ട്. അപ്പൊ ദേവിയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രോത്ത് വീട്ടിൽ എന്തൊക്കെയോ ഒരു ശാപമുണ്ട്, അത് മാറിക്കിട്ടിയാലേ അവിടുത്തെ ആ ഒരു കാലം തെളിയുള്ളൂ എന്ന് നമ്മുടെ മാധവൻ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവിയുടെ അമ്മയും പറയുന്നുണ്ട്, അവർക്ക് അടിക്കടി പുറകെ ഓരോ ദുരന്തങ്ങളാണ്, ഇനി അതിൽ നിന്നും എങ്ങനെ അവർ കര കയറും എന്നൊക്കെ പറഞ്ഞ് അവരും ചർച്ചയാണ്. അപ്പുറത്താണെങ്കിലും നമ്മുടെ ഗിരീഷ് നമ്മുടെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രഭാവതിയെയും കാണുന്നില്ല എന്ന്. അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ രജനി മോൾ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രജനി പുറകിൽ നിന്നും ഇതെല്ലാം കേൾക്കുന്നുണ്ടോ. നന്ദന് പറ്റിയ അപകടവും നമ്മുടെ പ്രഭാവതി അമ്മയെ കാണാനില്ലാത്ത കാര്യം നമ്മുടെ രജനി അറിയുന്നുണ്ട്. അപ്പൊ രജനി ഇതൊക്കെ അറിഞ്ഞിട്ട് വാവിട്ടലറി കരയുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രഭാവതി എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.